എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മല്ലു സെക്ഷന്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പതിപോലെ കുവൈറ്റ് മോയിച്ചിന്റെ കുറേ ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയുടെ താഴെ നിങ്ങൾ കുറേ പേര് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ പേർക്ക് ഇപ്പോഴും കുറേ സംശയങ്ങൾ, പഴയ കുറേ സംശയങ്ങൾ തന്നെ വീണ്ടും ചോദിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് കുവൈറ്റിലോട്ട് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രസന്റ്ലി ഇന്റർവ്യൂ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ വരാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വരാതിരിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിനുള്ള ഉത്തരങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കും കൂടെ എത്തിച്ചു കൊടുക്കാനായിട്ട് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഈ വീഡിയോയ്ക്ക് പതിപോലെ തന്നെ ഞാനൊരു 200 ലൈക്കെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ തരുമെന്നുള്ള പ്രതീക്ഷയുമായിട്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഇടാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണില്ലേ, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ. കുവൈറ്റിലോട്ട് വരാൻ നിൽക്കുന്ന ഒരു നേഴ്സ് ചോദിച്ച ഒരു ചോദ്യമാണ്. ആദ്യത്തെ അതിനുള്ള ഉത്തരം എന്ന് തന്നെ പറയാം. കുവൈറ്റിലോട്ട് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ കരുതേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങൾ കുവൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ നിങ്ങൾക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1 വീക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലാസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടുത്തെ ഏത് ഹോസ്പിറ്റലാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ഓറിയന്റേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ ടൈമിൽ ആ ഓറിയന്റേഷൻ ക്ലാസ് ഒരു 1 വീക്കിലേക്ക് നീണ്ടു നിൽക്കുന്നതായിരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതെന്ന് പറഞ്ഞാൽ ആ പഠിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് നിങ്ങളെ മാറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിൽ തന്നെ നിങ്ങൾക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിഫോം നിങ്ങളുടെ കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ യൂണിഫോം കയ്യിൽ കരുതുമ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കാര്യം. ഇപ്പോൾ ഒരു മെയിൽ നേഴ്സ് ആണെങ്കിൽ പാന്റും ഷർട്ടും വൈറ്റ് ഷർട്ട് അല്ലെങ്കിൽ വൈറ്റ് പാന്റും വൈറ്റ് ഷർട്ടുമാണ് ഇവിടുത്തെ യൂണിഫോം എന്ന് പറയുന്നത്. സോക്സ് ഉപയോഗിക്കുന്നത് വൈറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഷൂസും വൈറ്റ് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിഫോം എന്ന് പറയുന്നത് മെയിൽ നേഴ്സസിന്. ഫീമെയിൽ നേഴ്സസിനാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇറക്കമുള്ള ഒരു ചുരിദാർ മോഡലോ അത് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് തയ്പ്പിക്കാം. വേണമെങ്കിൽ സ്ക്രബ് മോഡലോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം എന്ന് അവർ പറയുന്നുണ്ട്. ഫുൾ കൈയോ ഹാഫ് കൈയോ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് അവർ വെക്കുന്നില്ല. പല മോഡലുകളും അവർ ഇങ്ങനെ ഏത് മോഡലാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ കുറച്ച് ഇറക്കമൊക്കെ ഉള്ള അത്യാവശ്യം ഒരു നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഒരുപാട് ടൈറ്റും കാര്യങ്ങളൊക്കെ ഒരു വൾഗറായിട്ട് അല്ലാത്ത രീതിയിലുള്ള എല്ലാ സംഭവവും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എനിവേ നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു സെറ്റ് യൂണിഫോം നിങ്ങളുടെ കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കുക. കാര്യം ഇവിടെ വന്നാൽ ഉടനെ തന്നെ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ നിങ്ങൾക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണോ, സപ്പോസ് ഇപ്പോൾ നിങ്ങൾ അതാന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോ കോപ്പീസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മറ്റുള്ള ഹോസ്പിറ്റൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ അതാനിൽ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പികൾ നിങ്ങൾ എടുത്തിട്ട് വരാൻ ശ്രമിക്കുക. ഏതൊക്കെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയാണ് എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഒരു 4 കോപ്പിയെങ്കിലും നിങ്ങളുടെ കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കുക. ഈ 4 കോപ്പി എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റിന്റെ ബാക്ക് സൈഡും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കോപ്പി വേണം എടുക്കാനായിട്ട്. അത് 2 പേപ്പറായിട്ട് എടുക്കാതെ ഒരു പേപ്പറിന്റെ ബാക്ക് സൈഡിലാണല്ലോ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോസുടെ സൈസ് എന്ന് പറയുന്നത് 4x6 സൈസ് ഫോട്ടോയാണ്. ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു സൈസിലുള്ള ഫോട്ടോയാണ് നിങ്ങൾക്ക് വേണ്ടത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബ്ലൂ ആയിരിക്കണം. ബ്ലൂ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ വേണം വെക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞ യൂണിഫോം ഇട്ടിട്ട് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. യൂണിഫോം വേണമെന്നുള്ള കാര്യം നിർബന്ധമില്ല എന്നുള്ള കാര്യമാണ്. അല്ലാതെയുള്ള സൈസിലുള്ള ഫോട്ടോസാണ് അവർ നിർബന്ധമായിട്ടും വേണമെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങൾ അത്യാവശ്യം കുറച്ച് എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ കരുതണം. ഒരു ഏകദേശം ഒരു 100 ഗഡിയെങ്കിലും നിങ്ങളുടെ കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കുക. കാര്യം ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ഇവിടെ മോഫ സ്റ്റാമ്പിങ് ചെയ്യാനായിട്ടുണ്ട്. 5 ഗഡിയുടെ മോഫ സ്റ്റാമ്പിങ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ ഫോറിൻ ഓഫീസിൽ ചെന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ മോഫ സ്റ്റാമ്പിങ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്, ഇന്ത്യൻ എംബസിയിൽ അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റില്ലേ, അത് ഇവിടെ വന്ന് 5 ഗഡിയുടെ സ്റ്റാമ്പ് പൊട്ടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ പോകാനുള്ള ചിലവുകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 100 ഗഡിയെങ്കിലും അറ്റ്ലീസ്റ്റ് മിനിമം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത്രയൊക്കെ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ്, അതായത് ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഒരു സിം കാർഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ ചിലപ്പോൾ എല്ലായിടത്തും കിട്ടിയെന്ന് വരത്തില്ല. ചിലപ്പോൾ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ സിം കാർഡും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിൽ കരുതുക. നിങ്ങൾ ഹോട്ടലാണ് താമസിക്കുന്നത്, അവിടുത്തെ വൈഫൈ ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ വീട്ടിൽ വന്നതിന് ശേഷം എന്നുള്ള കാര്യം കൂടെ
ഓർത്തിരിക്കണം കേട്ടോ. പിന്നീട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിസ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ, അത് മെഡിക്കൽ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മെഡിക്കൽ ഫിറ്റ്നസിന്റെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടിന്റെ കോപ്പിയും എല്ലാം അയച്ചു കൊടുത്തിട്ട് വിസ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. വിസയുടെ പ്രോസസ്സ് എടുക്കാനായിട്ട് ഇനി എത്ര സമയം എടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കുക, വിസയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എന്ന് വിസ വരും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യമാണ്. കാര്യം നമ്മുടെ ഈ പ്രോസസ്സ്, അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പി ഇതെല്ലാം അയച്ച് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ വിസയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല. ചിലപ്പോൾ അവർ 1 വീക്ക് കഴിഞ്ഞിട്ടോ ചിലപ്പോൾ 2 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ വിസയുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയമൊക്കെ എടുത്തിട്ടേ ഇവിടെ വിസയൊക്കെ ഇഷ്യൂ ചെയ്ത് ആവത്തുള്ളൂ. സപ്പോസ് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാനാണെങ്കിൽ, എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ലോക്കമിൻ്റെ മെയിൽ വന്നത് സെപ്റ്റംബറിലായിരുന്നു. സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ വിസയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നത്, വൈഫിൻ്റെ പാസ്പോർട്ടൊക്കെ അയച്ചു കൊടുക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് വിസ വന്നത് എന്ന് പറയുന്നത് ഏകദേശം ജനുവരിയോട് കൂടിയിട്ടൊക്കെയാണ് ഞങ്ങൾക്ക് വിസ വന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം താമസം എടുത്തു എന്നുള്ള കാര്യം. ഏകദേശം 4-5 മാസത്തോളം സമയം എടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഈ വിസ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം കുറച്ച് ഡിലേ വരാനായിട്ട് സാധ്യതയുണ്ട്. ഒരുപാട് പേര് ഈ പറഞ്ഞ വിസയുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് വിസ വരിക എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിസയുടെ കാര്യം പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ GCC രാജ്യങ്ങളിൽ നിന്ന്, സൗദി അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവരുടെ റെസിഡൻസിന്റെ കോപ്പിയും പാസ്പോർട്ടിന്റെ കോപ്പിയും അയച്ചു കൊടുത്തിട്ടാണ് അവർ ഈ പറഞ്ഞ പോലെ വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അവർക്ക് വീണ്ടും മെഡിക്കൽ എടുക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെഡിക്കൽ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് വിസ വന്നതിന് ശേഷം നിങ്ങൾ നാട്ടിൽ ചെന്ന് വാഫിദിന്റെ സെന്ററിൽ പോയി നിങ്ങളുടെ മെഡിക്കലിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം അവർ ഓൾറെഡി നിങ്ങളോട് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ പ്രസന്റ്ലി ലോക്കം മെയിൽ കെട്ടി നിൽക്കുന്നവരോട് പറയാനുള്ളത്, വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് നിൽക്കുന്നവരോട് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ മാൾട്ട പോലുള്ള രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഈ പറഞ്ഞതുപോലെ വാഫിദിന്റെ സെന്ററില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അറിവുകളായിട്ടില്ല. അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് നിൽക്കുന്ന ആൾക്കാരോട് പറയാനായിട്ടുള്ള കാര്യം. ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ വിളിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് അതിന്റെ ഇൻഫർമേഷൻസ് പറയാമെന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീഡിയോയുടെ താഴെ ചെയ്തിട്ടുള്ള കുറെ കമന്റുകൾ ഞാൻ വായിക്കാം, അതിനുള്ള റിപ്ലൈകൾ നിങ്ങൾക്ക് തരാം കേട്ടോ. ഇപ്പോൾ ഒരു കമന്റ് ഞാൻ വായിക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഹായ് ബ്രോ, മെഡിക്കൽ ചെയ്യാൻ വന്ന മെയിൽ റിപ്ലൈ ചെയ്ത് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് എന്നിവ അയച്ചു കൊടുത്തു. സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ഇന്നാണ് അറ്റസ്റ്റ് ചെയ്ത് കിട്ടിയത്. അപ്പോൾ അത് മാത്രം സെപ്പറേറ്റ് അയച്ചാൽ മതിയോ, അതോ വീണ്ടും മെഡിക്കൽ പാസ്പോർട്ട് സർട്ടിഫിക്കറ്റ് എന്നിവ ഒരുമിച്ച് അയക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റ് ചെയ്ത സാധനം അവർ ചോദിച്ചിട്ടില്ല, നിങ്ങളുടെ അറ്റസ്റ്റ് ചെയ്തതിന്റെ സ്റ്റാറ്റസ് മാത്രം അവർ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് വരുന്ന മെയിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വരുന്ന മെയിലിനകത്ത് തന്നെ എല്ലാ ഉത്തരങ്ങളും അവർ, നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ടിന്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസന്റ് സ്റ്റാറ്റസ് മെൻഷൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ അറ്റസ്റ്റേഷന്റെ സ്റ്റാറ്റസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അവർക്ക് ആ റിപ്ലൈ ബട്ടണിൽ തന്നെ നിങ്ങൾ റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ സംശയമായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഏത് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ഈ പറഞ്ഞ അവർക്ക് അയച്ചു കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ ഫിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെന്ററുകാർ ഒരു സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട് അല്ലേ, അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷന്റെ റിസൾട്ടും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അവർ തന്നെ സീൽ ചെയ്ത് ഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വാഫിദിന്റെ സെന്ററിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതിൽ ഏതാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങൾ ഇത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി, ഇല്ല രണ്ടും സബ്മിറ്റ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾ എല്ലാം കൂടെ ഒരു PDF ആക്കിയിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് കാണുന്ന രീതിയിൽ വെച്ചിട്ടാണെങ്കിലും നമ്മൾ അയച്ചു കൊടുത്താലും പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ഇതിൽ ഏതാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സബ്മിറ്റ് ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ, വാഫിദിന്റെ സെന്ററിൽ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് കൊടുത്തെന്ന് പറഞ്ഞാലും അവരുടെ ഭാഗത്തുനിന്ന് അവർ ഈ വാഫിദിന്റെ സെന്ററിൽ കയറി ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് അറിയാൻ സാധിക്കും നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ള കാര്യം അവർ വെരിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യത്തിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇതിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി എന്നുള്ള കാര്യമാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത് കേട്ടോ. മറ്റൊരാൾ ചോദിച്ചിരിക്കുന്നത്, നെക്സ്റ്റ് ഇന്റർവ്യൂ ഇന്നത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ചോദിച്ചത്. അതായത് ജനുവരി 25-ാം തീയതി അപ്ലൈ ചെയ്തതാണെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇന്റർവ്യൂ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ കുറെ പേർക്കൊക്കെ മെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലോക്കൽ കാൻഡിഡേറ്റിനാണ് കൂടുതലും വരുന്നത്. ലോക്കൽ കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ സിവിൽ ഐഡിയുടെ ഡീറ്റെയിൽസ് വെച്ചവർക്കാണ് അവർ ലോക്കൽ കാൻഡിഡേറ്റ് ആണ് കൂട്ടുന്നതെന്ന് തോന്നുന്നു. അവർക്ക് ഒരുപാട് പേർക്കൊക്കെ ഇപ്പോൾ മെയിൽ വരുന്നുണ്ട്, അവർക്കൊക്കെ ഇപ്പോൾ ഇന്റർവ്യൂ നടക്കുന്നുമുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലും തീർച്ചയായിട്ടും ഈ പറഞ്ഞ മെയിലുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ മെയിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മെയിൽ വരാം. മെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ള കാര്യമാണ് പറയാനായിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ.
പിന്നെ ഒരുപാട് ആൾക്കാർ മെഡിക്കലുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ തന്നെയാണ്. എക്സ്റേയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രശ്നം തന്നെയാണ്. മെഡിക്കൽ ക്ലിയർ ആകാതെ ഒരിക്കലും നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിനകത്ത് ഉടായ്പകൾ കാണിക്കരുത് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും മെഡിക്കൽ ക്ലിയർ ആവണം. മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ജോലിക്ക് കയറായി വരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ വന്നതിന് ശേഷവും മെഡിക്കൽ ഉണ്ടെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ പറയാനുള്ളത്, ജനുവരി 30 അപ്ലൈ ചെയ്തതാണ്, ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മെയിൽ വരാമെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അറ്റസ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ആർക്കെങ്കിലും ഡിലേ ആകുന്നുണ്ടോ? ഞാൻ കൊടുത്തിട്ട് 2 months ആകാറായി, ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നുണ്ട്. അത് നിങ്ങൾ അറ്റസ്റ്റേഷന് കൊടുക്കുന്ന ഏജൻസികൾ നല്ല ഏജൻസികളായിരിക്കാൻ ശ്രമിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസികൾ പലതരത്തിലുള്ള ഏജൻസികളുണ്ട്. ചിലപ്പോൾ നമ്മുടെ അടുത്ത് മേടിച്ച് വെക്കും, 15 ദിവസം കൊണ്ട് ചെയ്ത് തരാമെന്നൊക്കെ പറയും. പക്ഷെ ഒരിക്കലും അവരത് ചെയ്തു തരാറില്ല, ഒരുപാട് ഡിലേ ആക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ എത്ര ദിവസത്തേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കൊടുക്കുക. നമ്മുടെ അടുത്ത് നിന്ന് കൂടുതൽ പൈസകൾ മേടിക്കുന്ന ഏജൻസികൾ ഉണ്ടാവാം. അപ്പോൾ കൂടുതൽ പൈസകൾ മേടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തരേണ്ടതാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള 1-2 ഏജൻസികളുണ്ട്. അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അവർ പെട്ടെന്ന് തന്നെ ചെയ്ത് തരുന്ന ഏജൻസികളാണ്. ഇതൊക്കെയാണ് അതിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരാറുണ്ട്, ചോദിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന മെസ്സേജുകളാണ് കൂടുതലും വായിക്കുന്നത്. കൂടുതലും ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളാണ്, മെഡിക്കലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള, വിസയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിനൊക്കെയുള്ള ഉത്തരങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞത്. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയും കമൻ്റായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കുക. അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു, അതിനൊക്കെ റിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പുതിയ പുതിയ കണ്ടന്റുകൾ നമ്മൾ കണ്ടെത്തുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലെത്തിക്കാനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് നമ്മൾ അറിയിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതോളം വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ.